വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ HSC നാച്ചുറൽ സയൻസിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് സബ് ടോപ്പിക്കായിട്ടുള്ള റെസ്പിറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ശരിക്കും കഴിഞ്ഞ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ HSCയുടെ എക്സാം നടന്നിരിക്കുന്നത് 2022 ഈ 2022 നടന്ന HSCയുടെ എക്സാമിന് ഏകദേശം 3 മാർക്കിനടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ടോപ്പിക്കാണ്. അതായത് ഫിസിയോളജിയിൽ ഇത്രയും ഫിസിയോളജി ടോപ്പിക്ക് വരുന്നതിൽ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ ഏകദേശം 3 മാർക്ക്. 2 ക്വസ്റ്റ്യൻ എനിക്ക് ഷുവറായിട്ട് അറിയാം. ഒരു ക്വസ്റ്റ്യൻ്റെ കാര്യം ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല. എന്തായാലും 2 മാർക്കിൽ കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ റെസ്പിറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ പോർഷനിൽ നിന്ന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രോ പാർട്ട് പറയാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ സിലബസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പോർഷനിലേക്ക് തന്നെ പോകാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നല്ല മുതലുള്ള മാർക്ക്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് റെസ്പിറേഷൻ? നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റി പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന അല്ലെ ബ്രീത്തിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, പിന്നെ അതുപോലെ ജീവികളിലെ ശ്വസനാവയവങ്ങൾ ഏതൊക്കെയാണ്, അടുത്തത് മനുഷ്യരിലെ ശ്വസന വ്യവസ്ഥ ഏതാണ്, പിന്നെ ശ്വസന പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, അടുത്തതായിട്ട് നമ്മൾ ശ്വാസോച്ഛ്വാസ പ്രക്രിയ, അത് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് എക്സ്ചേഞ്ച്, നമ്മുടെ റെസ്പിറേറ്ററി ഗ്യാസസും അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഗ്യാസും തമ്മിലുള്ള അല്ലെങ്കിൽ ആ ഗ്യാസുകൾ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്, അത് കഴിഞ്ഞിട്ട് ഈ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതിൻ്റെ വ്യാപന സ്ഥലം എങ്ങനെയാണ്, അത് കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വായു സംവഹനം, ഗ്യാസ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്, അത് കഴിയുമ്പോൾ ശ്വസന വ്യാപ്തങ്ങളും ശേഷികളും അല്ലെങ്കിൽ റെസ്പിറേറ്ററി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്ക്, നെക്സ്റ്റ് ശ്വസന പ്രക്രിയയുടെ നിയന്ത്രണം, അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ശ്വസന വ്യൂഹത്തിനുണ്ടാകുന്ന തകരാറുകൾ. ഇത് ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഇത്രയുമാണ് നമ്മുടെ ശ്വസന അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ മെയിൻ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ അതിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന വേറൊരു പാർട്ട് തന്നെ വരുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന അല്ലെ ബ്രീത്തിങ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ സാധാരണയായിട്ട് പറയുന്നൊരു വാക്കാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രീത്തിങ്? ജീവികളിൽ ഓക്സിജൻ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ് തുടങ്ങിയ ലഘുപദാർത്ഥങ്ങളെ പരോക്ഷമായി വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലേ, നമ്മുടെ ഗ്ലൂക്കോസ് പോലെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വിഘടിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഈ സെല്ലുലാർ റെസ്പിറേഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും അതേപോലെ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ പ്രോസസ്സായിട്ടുള്ള ഈ ചെറിയ ഘടകങ്ങളെ വിഘടിപ്പിച്ച് ആ എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ആവശ്യമായിട്ടുള്ള ആളാണ് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാൽ കോശങ്ങൾക്ക് നിരന്തരം ഓക്സിജൻ നൽകുകയും കോശങ്ങളിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യേണ്ടത് നമ്മുടെ ബോഡിക്ക് അനിവാര്യമാണ്. ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് കളഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ സ്വീകരിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തെ നമ്മൾ പറയുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ശ്വാസോച്ഛ്വാസ അഥവാ ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രീത്തിങ്? നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ലഘുപദാർത്ഥങ്ങളെയൊക്കെ വിഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലേക്ക് കളഞ്ഞതിന് ശേഷം നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഊർജ്ജ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ സ്വീകരിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശ്വാസോച്ഛ്വാസം അഥവാ ബ്രീത്തിങ്. ഈ പ്രക്രിയ നമ്മൾ കോമൺ ആയിട്ടങ്ങ് പറയുന്നൊരു പേരാണ് റെസ്പിറേഷൻ അഥവാ ശ്വസനമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ആനിമൽ ഡൈവേഴ്സിറ്റി പോർഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, ജീവികളിൽ എല്ലാവരിലും ഒരേ തരത്തിലുള്ള ശ്വസനാവയവങ്ങളല്ല. ഓരോ ജീവികളിലും ശ്വസനാവയവങ്ങൾ അവരുടെ ഹാബിറ്റാറ്റിനനുസരിച്ചും അവരുടെ എവല്യൂഷൻ അനുസരിച്ചും മാറ്റം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ചെറിയ ചെറിയ ജീവികളിലുള്ളതുപോലെയല്ല വലിയ അല്ലെങ്കിൽ ലോവർ ഓർഗാനിസത്തിൽ നിന്ന് ഹയർ ഓർഗാനിസത്തിലേക്ക് വരുമ്പോൾ ഈ ശ്വസനാവയവങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ
അകശേരുകികൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? നോൺ കോർഡേറ്റ്സ് എന്ന് പറയുന്നവരല്ലേ, നോൺ കോർഡേറ്റ്സ് അഥവാ നമ്മൾ ഈ പറഞ്ഞ നോട്ടോകോഡൊന്നും പ്രസൻ്റ് അല്ലാത്ത ആൾക്കാർ, അവർ അതിൽ ഏറ്റവും ലോവറായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ സ്പോഞ്ചുകൾ, സീലൻഡ്രേറ്റ്സ്, നാടവിരകൾ പോലെയുള്ള ജീവികൾ. ഇവർക്കൊക്കെ അവരുടെ ബോഡിയുടെ സർഫസിലൂടെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ഈ പറയുന്ന ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എല്ലാ ജീവികളും പുറന്തള്ളുകയും ഓക്സിജനെ സ്വീകരിക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പറയുന്ന ചെറിയ ലോവർ ഓർഗാനിസത്തിൽ എങ്ങനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ അഥവാ ലളിതമായ വ്യാപനം എന്ന് പറയുന്ന രീതിയിലാണ് എന്ത് നടക്കുന്നത്? ഈ ഗ്യാസസിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഗ്യാസസിൻ്റെയൊക്കെ എക്സ്ചേഞ്ച് നടക്കുന്നത്. രണ്ടാമത്തെ നോക്കി, നമ്മുടെ ഒരു ഗ്രൂപ്പാണ് മണ്ണിര. നമുക്കറിയാവുന്ന എർത്ത് വേം എന്ന് പറയുന്ന മണ്ണിരയിൽ ക്യൂട്ടിക്കിൾ വഴിയാണ് ശ്വസനം നടക്കുന്നത്. അപ്പോൾ മണ്ണിരയുടെ നമുക്ക് ഈ പറയുന്ന ഓരോരോ ജീവികളുടെയും ശ്വസനാവയവത്തെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലേ. ട്രക്കി ആരിലാണ് കാണുന്നത്, അല്ലെങ്കിൽ എർത്ത് വേമിൽ കാണുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ക്യൂട്ടിക്കിളിൽ ആരാണ് കാണുന്നത്, ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് പോലെയും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പാണ് എല്ലാ ക്വസ്റ്റ്യനും, അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ക്യൂട്ടിക്കിൾ മണ്ണിരയിൽ. പിന്നെ നമ്മുടെ ഷഡ്പദങ്ങൾ അഥവാ ഇൻസെക്ട്സിലൊക്കെ ആരാണ്? ട്രക്കിയ എന്ന് പറയുന്ന ഒരു ഓർഗനാണ് കാണുന്നത്. അതേപോലെ നമ്മുടെ ആർത്രോപോഡ, മൊളസ്ക തുടങ്ങിയ ജലത്തിൽ ജീവിക്കുന്ന ആർത്രോപോഡ്സിനൊക്കെ, ജലത്തിൽ ജീവിക്കുന്ന ആർത്രോപോഡ്, മൊളസ്ക എന്നിവയിൽ ചെകിളപ്പൂക്കൾ അഥവാ ഗിൽസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് കാണുന്നത്. അപ്പം ഗിൽസ് ഉപയോഗിച്ചുള്ള റെസ്പിറേഷന് നമ്മൾ പറയുന്ന പേരാണ് ബ്രാങ്കിയൽ റെസ്പിറേഷൻ. നമ്മുടെ ആർത്രോപോഡ, മൊളസ്ക വിഭാഗത്തിൽപ്പെടുന്ന ജലത്തിൽ ജീവിക്കുന്നവരിൽ മാത്രമാണ് ഈ ഗിൽസ് കാണുന്നത്. ആർത്രോപോഡ, മൊളസ്ക വിഭാഗത്തിലുള്ള കരയിൽ ജീവിക്കുന്നവർക്ക് ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് വഴിയാണ് അവർ റെസ്പിറേഷൻ നടക്കുന്നത്. എല്ലാവരുമല്ല, കുറച്ച് ആൾക്കാരിലൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പൾമോണറി റെസ്പിറേഷൻ എന്ന് പറയും. പിന്നെ നമ്മുടെ കോർഡേറ്റ്സിൻ്റെ ഗ്രൂപ്പിൽ വരുമ്പോൾ കോർഡേറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ കോർഡേറ്റ്സിൻ്റെ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ഗിൽസ് ഉപയോഗിച്ചാണ് റെസ്പിറേഷൻ നടക്കുന്നത്. ഗിൽസ് ഉപയോഗിച്ചുള്ള റെസ്പിറേഷന് നമ്മൾ എന്ത് പറയും? ബ്രാങ്കിയൽ റെസ്പിറേഷൻ. ഓക്കെ. പക്ഷെ അതിലും കുറച്ചുകൂടെ ഹയർ ഓർഗാനിസംസ് ആയിട്ടുള്ള ഉഭയജീവികൾ അടങ്ങിയ തവളകൾ, ഉരകങ്ങൾ, പക്ഷികൾ, മാമൽസ് തുടങ്ങിയവ, സസ്തനികൾ തുടങ്ങിയവരൊക്കെ ശ്വാസകോശം ഉപയോഗിച്ചാണ് റെസ്പിറേഷൻ നടത്തുന്നത്. അതിനാണ് നമ്മൾ പൾമോണറി റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പൾമോണറി റെസ്പിറേഷൻ. ഇത് മാത്രമല്ലാതെ നമ്മൾ ഉഭയജീവികളായിട്ടുള്ള തവളയുടെ കാര്യം പറഞ്ഞു, അവർക്ക് ലങ്സ് ഉണ്ട്. അവർക്ക് ലങ്സ് മാത്രമല്ലാതെ അവർ സ്കിന്ന് വഴിയും ത്വക്ക് ഉപയോഗിച്ചും ഈ പറയുന്ന തവളകൾ പോലെയുള്ള ഉഭയജീവികളിൽ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അതിനാണ് ത്വക്ക് ഉപയോഗിച്ചുള്ള റെസ്പിറേഷൻ ആണെങ്കിൽ നമ്മളതിനെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും. അപ്പോൾ ഓക്കെ ആണല്ലോ. ഗിൽസ് ഉപയോഗിച്ചാണെങ്കിൽ ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് പറയും. നമ്മുടെ ലങ്സ് യൂസ് ചെയ്തിട്ടാണ് റെസ്പിറേഷൻ നടക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും? പൾമോണറി റെസ്പിറേഷൻ എന്ന് പറയും. ത്വക്ക് ഉപയോഗിച്ചാണ് ശ്വസനം നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തവളകളുടെ അല്ലെ ഉരകങ്ങളുടെ, റെപ്റ്റൈൽസിൻ്റെ, ബേർഡ്സിൻ്റെ ഒക്കെ കാര്യം എടുക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും റെസ്പിറേറ്ററി ഓർഗൻ ശ്വാസകോശമാണ്. പക്ഷെ ഉഭയജീവികളായിട്ടുള്ള തവളകളുടെ കാര്യം എടുക്കുമ്പോൾ അവർക്ക് അവരുടെ ത്വക്ക് ഉപയോഗിച്ചും റെസ്പിറേഷൻ നടക്കും. അതുകൊണ്ട് അതിനെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും. മാത്രമല്ല ആർത്രോപോഡ, മൊളസ്ക വിഭാഗത്തിൽപ്പെടുന്നവർ ഗിൽസ് ഉപയോഗിച്ചവർ, ജലത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്കില്ല ഗിൽസ് ഉപയോഗിച്ചും, കരയിലുള്ളവരാണെങ്കിൽ പൾമോണറി റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വാസകോശം ഉപയോഗിച്ചും റെസ്പിറേഷൻ കാണിക്കുന്നു. മണ്ണിര, ക്യൂട്ടിക്കിൾ, അതേപോലെ തന്നെ നമ്മുടെ ഷഡ്പദങ്ങൾ അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ ട്രക്കിയൽ അല്ലെങ്കിൽ ട്രക്കിയൽ ട്യൂബ് വഴി അല്ലെ ട്രക്കിയ യൂസ് ചെയ്താണ് റെസ്പിറേഷൻ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അതൊരു ചെറിയ പോർഷൻ ആണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കണം. ഇനി നമ്മൾ കൂടുതലായിട്ട് എടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ റെസ്പിറേഷൻ അല്ലെ സർക്കുലേഷൻ പഠിക്കുമ്പോൾ ഹ്യൂമൻ ബീയിങ്സിലുള്ള സർക്കുലേഷൻ, അങ്ങനെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബേസിസിലാണ് ഫിസിയോളജി കൂടുതലായിട്ട് നമ്മൾ പഠിക്കാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മാമൽസിൻ്റെയൊക്കെ റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാമൽസ് ഉൾപ്പെടെ മനുഷ്യർ ഉൾപ്പെടുന്ന മാമൽസിനെല്ലാം മജോറിറ്റി ആൾക്കാർക്കും ലങ്സ് ഉപയോഗിച്ചാണ് റെസ്പിറേഷൻ
നടക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ലങ്സ് ഉണ്ട്? രണ്ട് ലങ്സ് അല്ലേ, ഒരു ജോഡി ലങ്സ് ആണ് നമുക്ക് കാണപ്പെടുന്നത്. മനുഷ്യരിൽ മേൽചുണ്ടിന് മുകളിലായി ഒരു ജോഡി നാസ്വാരന്ധ്രങ്ങൾ കാണുന്നു അല്ലേ. നമുക്ക് നോക്കി നോക്കാം, നമ്മുടെ നാസ്വാരന്ധ്രങ്ങൾ ഏതാ? നമ്മുടെ മൂക്ക് തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് കാണുന്ന ആ ഹോൾസിനെയാണ് നാസ്വാരന്ധ്രങ്ങൾ അഥവാ നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യരിൽ ചുണ്ടിന് മുകളിലായിട്ട് നാസാരന്ധ്രങ്ങൾ കാണുന്നു. ഇത് നാസാഗഹ്വരത്തിലെ കാണുന്നു. നമ്മുടെ ശ്വസന വ്യവസ്ഥയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നോസ്ട്രിൽസ് അഥവാ നാസ്വാരന്ധ്രങ്ങൾ കാണുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നു? നാസ്വാഗഹ്വരത്തിലേക്ക് തുറക്കുന്നു. അതിൻ്റെ കുറച്ചുകൂടെ പോകുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാസ്വാഗഹ്വരം എന്ന് പറയുന്നത്. നാസ്വാഗഹ്വരം ആഹാരവും വായുവും പൊതുവായി എത്തിച്ചേരുന്ന ഗ്രസനിയുടെ ഭാഗത്തെത്തുന്നു ഇല്ലേ. അപ്പം ഇത് നമ്മുടെ ഇതൊരു ഹ്യൂമൻ ബീയിങ്ങിനാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ നോസ്ട്രിൽസ് അഥവാ നാസാരന്ധ്രങ്ങൾ കാണുന്നത്. ഇതിങ്ങോട്ട് പോയിട്ട് എവിടെ പോകുന്നു? നാസാഗഹ്വരം. നാസാഗഹ്വരത്തിൽ എത്തിച്ചേർന്നു. അതെന്ത് ചെയ്യുന്നു? നമ്മുടെ മൗത്തിൻ്റെയും അതേപോലെ നേസൽ ചേംബറിൻ്റെയും കൂടെ ഒരു കോമൺ പാസേജ് ആയിട്ടുള്ള ഫാരിങ്സിൽ എത്തുന്നു. ഫാരിങ്സ് അഥവാ ഗ്രസനി. അവിടെ വരയ്ക്കാനുള്ള സ്പേസ് ഇല്ല. ഫാരിങ്സ് അഥവാ ഗ്രസനി. ഇത് നമ്മുടെ വായയുടെ ഭാഗമാണ് കേട്ടോ, ഇത് മൂക്ക് തലയുടെ ഭാഗം. ഓക്കെ, അപ്പം നമ്മുടെ നാസാരന്ധ്രങ്ങൾ നാസ്വാഗഹ്വരത്തിലേക്ക് തുറക്കുന്നു. ആ നാസ്വാഗഹ്വരത്തിൽ നിന്ന് നമ്മുടെ മൗത്തിൻ്റെ ആഹാരവും വായുവും എത്തിച്ചേരുന്ന പൊതുവായ ഭാഗമായിട്ടുള്ള ഫാരിങ്സ് അഥവാ ഗ്രസനിയുടെ ഭാഗത്തേക്ക് എത്തുന്നു. അപ്പം ഈ ഗ്രസനിയുടെ മുന്നറ്റത്തുള്ള ക്ലോമത്തിലൂടെ കടന്ന് സ്വനപേടകം എന്ന ഭാഗത്തു കൂടിയാണ് ശ്വാസനാളത്തിലേക്ക് തുറക്കുന്നത്. അപ്പൊ ശ്വാസനാളം ഏതാ വരുന്നത്? നമ്മുടെ ഈ പറയുന്ന ട്രക്കിയ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് തൊട്ട് താഴെയായിട്ട് വരുന്ന പോർഷനിൽ നമ്മുടെ വിൻഡ് അല്ലെ നമ്മുടെ വായു പോകുന്ന വിൻഡ് പൈപ്പിനാണ് നമ്മൾ ട്രക്കിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഫാരിങ്സ് എന്ത് ചെയ്യുന്നു? താഴേക്ക് നീണ്ട് ഇതാണ് നമ്മുടെ ട്രക്കിയ അഥവാ ട്രക്കിയ അഥവാ വിൻഡ് പൈപ്പ് എന്ന് പറയുന്ന ഭാഗം. അപ്പം ഈ ഫാരിങ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രക്കിയ അഥവാ ശ്വാസനാളം ട്രക്കിയ അഥവാ ശ്വാസനാളത്തിലേക്ക് തുറക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? ഈ ഗ്രസനിയുടെ ഏറ്റവും മുന്നറ്റത്ത് ഫാരിങ്സിന്റെ ഏറ്റവും മുന്നറ്റത്തായിട്ട് എന്തുണ്ടെന്നാ പറഞ്ഞത്? ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈ ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആഹാരം പോകുന്നതും നമ്മുടെ വിൻഡ് പൈപ്പും നമ്മുടെ ശ്വാസനാളം അഥവാ ട്രക്കിയയും കൂടെ ഒരേ ഓപ്പണിംഗ് ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഈ ട്രക്കിയയിലൂടെ അല്ലെ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അന്നനാളത്തിലൂടെ പോകേണ്ട ആഹാരം അബദ്ധത്തിൽ നമ്മുടെ ട്രക്കിയയിലേക്ക് വരാതിന് രണ്ടിലൂടെ ഒരു കോമൺ ആയിട്ടുള്ള കുഴലാണ് അല്ലേ. ഇങ്ങനെ വരുന്നൊരു കോമൺ കുഴൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വെച്ചിട്ട് ഒരെണ്ണം നമ്മുടെ അന്നനാളത്തിലേക്ക് പോകുന്നു, ഒരെണ്ണം നമ്മുടെ ട്രക്കിയയിലേക്ക് പോകുന്നു. അപ്പോൾ ട്രക്കിയയിലേക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കയറാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രക്കിയയിലേക്ക് വരുന്ന അന്നനാളത്തിലേക്ക് വരുന്ന ആഹാരങ്ങൾ ട്രക്കിയ വഴി നമ്മുടെ വിൻഡ് പൈപ്പിലേക്ക് ഇറങ്ങാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗം കൂടി ഇവിടെയുണ്ട്. അതായത് ഇവിടെ വേറൊരു പടവായിട്ട് നമുക്ക് വരയ്ക്കാം. നമുക്കിവിടെ എക്സ്ട്രാ ഒരു പേപ്പർ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ മൂക്ക് വായ. ഓക്കെ, ഇതാണ് ഇത് നോസ്ട്രിൽ കഴിയുമ്പോഴത്തേന് എന്ത് വരുന്നുണ്ട്? നാസ്വാഗഹ്വരം അഥവാ നേസൽ ചേംബർ വരുന്നുണ്ട് അല്ലേ. ഈ നേസൽ ചേംബറും ഈ പറയുന്ന ഇവിടുന്ന് ആഹാരം വരുന്ന നമ്മുടെ മൗത്തിൽ നിന്ന് വരുന്ന ഓപ്പണിംഗ് കൂടെ എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? ഫാരിങ്സ് അഥവാ ഗ്രസനി.
ഗ്രസനിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇവിടുന്ന് വരുന്ന നമ്മുടെ അന്നനാളത്തിന് മുമ്പുള്ള ഭാഗം, നമ്മുടെ മൗത്തിൻ്റെ ഭാഗം, നമ്മുടെ വായിൽ നിന്ന് ഫുഡ് ഇറങ്ങി വരുന്ന ഭാഗം. ഓക്കെ, ഈ ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഫാരിങ്സിൻ്റെ ഏറ്റവും മുന്നറ്റത്തായിട്ട് എന്താണ്, മുന്നറ്റത്തായിട്ട് ഒരു ഓപ്പണിംഗ് പോലെയുള്ള ഭാഗമുണ്ട്. ആ ഓപ്പണിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഈ ഗ്ലോട്ടിസ് വഴിയാണ് നമ്മുടെ വിൻഡ് പൈപ്പ് അല്ലെ ട്രക്കിയയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വരുന്ന നാസ്വാഗഹ്വരം നമ്മുടെ ഫാരിങ്സ് വഴി എവിടേക്ക് പോകുന്നു, നമ്മുടെ ശ്വാസനാളത്തിലേക്ക് പോകുന്നു. ശ്വാസനാളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഗ്ലോട്ടിസ് ഉണ്ട്. പിന്നെന്ത് ചെയ്തു, ഇവിടെ വേറൊരു ഭാഗം കൂടിയുണ്ട്, അതിന് പറയുന്ന പേരാണ് സൗണ്ട് ബോക്സ്. സൗണ്ട് ബോക്സ് അഥവാ ലാരിങ്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ റോൾ എന്താ, ഇതാണ് നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഓർഗനാണ്. അതിനെയാണ് നമ്മൾ സൗണ്ട് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ അന്നനാളത്തിൻ്റെയും ശ്വാസനാളത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞാൽ, കോമൺ ആയിട്ടുള്ള ഓപ്പണിങ്ങിന് തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഭാഗമാണ് അല്ലേ. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് അന്നനാളത്തിലൂടെ പോകേണ്ട ഫുഡ് അബദ്ധത്തിൽ നമ്മുടെ ഗ്ലോട്ടിസ് വഴി ട്രക്കിയയിലേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് ഒരു കവറിങ് അവിടെ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. എപ്പിഗ്ലോട്ടിസ് അഥവാ ക്ലോമപിദാനം എന്ന് പറയും. ഓക്കെ, വാക്ക് മറന്നു പോകരുത്, ക്ലോമപിദാനം അഥവാ എപ്പിഗ്ലോട്ടിസ്. അപ്പം ഇത്രയും ഭാഗം ഓപ്പൺ ആക്കുക, ക്ലിയർ ആക്കുക. നീസ്ട്രിൽസ് അല്ലെങ്കിൽ നോസ്ട്രിൽസിൻ്റെ വേറൊരു പേരെന്താ, രന്ധ്രങ്ങൾ. രന്ധ്രത്തിൽ നിന്ന് ഗഹ്വരത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഗഹ്വരം നമ്മുടെ ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഫാരിങ്സിന് തൊട്ട് മുകളിലായിട്ട് ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഗ്ലോട്ടിസും അതേപോലെ നമ്മുടെ സൗണ്ട് ബോക്സ് ആയിട്ടുള്ള ലാരിങ്സും കടന്നിട്ടാണ് ഏത് വരുന്നത്, നമ്മുടെ ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം വരുന്നത്. അപ്പോൾ ശ്വാസനാളത്തിലേക്ക് ആഹാരം അല്ലെ ശ്വാസനാളം ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ഒരു ഓപ്പണിംഗ് പോലെയുള്ള ഭാഗമാണ് ഉണ്ട്, അതിനെയാണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഈ ഗ്ലോട്ടിസ് വഴി ആഹാരമൊന്നും നമ്മുടെ ട്രക്കിയയിലേക്ക് ഇറങ്ങാതെ ഇരിക്കാനായിട്ട് അവിടെ ഒരു അടപ്പ് പോലെയുള്ള ഭാഗമുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ട് കഴിക്കരുത്, നമ്മുടെ ട്രക്കിയയിലേക്ക് അല്ലെ ശ്വാസനാളത്തിലേക്ക് ഫുഡ് ഇറങ്ങും, ചുമയ്ക്കും എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ കവർ ചെയ്ത് കാണുന്നതാണ് എപ്പിഗ്ലോട്ടിസ്. മാത്രമല്ലാതെ ഇവിടെ കാണുന്നത് നമ്മുടെ ഗ്രസനിയുടെ തൊട്ടടുത്ത് ആയിട്ട് കാണുന്ന നല്ല ക്ലോമപിദാനത്തിന് തൊട്ടടുത്തായിട്ട് കാണുന്ന സൗണ്ട് ബോക്സ് അഥവാ ലാരിങ്സ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. ഈ ഓർഗനാണ് നമുക്ക് സൗണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അപ്പം ഗ്രസനിയുടെ മുന്നറ്റത്തിലുള്ള ക്ലോമത്തിലൂടെ കടന്ന് സ്വനപേടകം, ലാരിങ്സിന്റെ വേറൊരു പേരല്ലെങ്കിൽ സൗണ്ട് ബോക്സിന്റെ മലയാളത്തിൽ നമ്മൾ പറയുന്ന പേരാണ് സ്വനപേടകം. ലാരിങ്സ് എന്ന ഭാഗത്തു കൂടി ശ്വാസനാളത്തിലേക്ക് തുറക്കുന്നു. സ്വനപേടകം തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു അവയവമാണ്. ഇത് ശബ്ദം പുറപ്പെടുവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതേപോലെ ആഹാരം വിഴുങ്ങുമ്പോൾ തരുണാസ്ഥി നിർമ്മിതമായ അടപ്പ് ക്ലോമത്തെ വന്ന് പൊതിയുന്നു. ഈ അടപ്പാണ് ക്ലോമപിദാനം. ഇത് സ്വനപേടകത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രവേശനം തടയുന്നു. ഓക്കെ, സ്വനപേടകത്തിലേക്ക് നമ്മുടെ ട്രക്കിയയിലേക്ക് ഒക്കെ ആഹാരം എത്താതെ തടയുന്ന ആരാണ്, നമ്മുടെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, എത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ആണ് ശ്വാസനാളം. ഔരസാശയത്തിന്റെ മധ്യഭാഗം വരെ നീണ്ടിരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ ഔരസാശയം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കഴുത്ത് മുതൽ നമ്മുടെ വയറിന് തൊട്ട് മുകളിൽ വരെ വരുന്ന ഭാഗമാണ് ഔരസാശയം എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയാണ് നമ്മുടെ ഉദരാശയം അഥവാ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ പറയുന്ന ലങ്സിന്റെ ഈ ട്രക്കിയ ശ്വാസനാളം എവിടെ വരെ വരുന്നുണ്ട്, നമ്മുടെ തൊറാക്സ് അഥവാ ഔരസാശയം വരെ നീണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഔരസാശയത്തിന്റെ ഏകദേശം മിഡിൽ പോർഷൻ വരെ നീണ്ടുപോകുന്നു എന്ന് പറയാം. ഇത് ഔരസാശയത്തിൽ നട്ടെല്ലിന്റെ 5ാമത്തെ കശീരു അഥവാ തൊറാസിക് കശീരു ഭാഗത്ത് വെച്ച് രണ്ടായി വേർപിരിഞ്ഞു. ഇതിനെ ഇടത് വലത് പ്രാഥമിക ശ്വസനി അഥവാ പ്രൈമറി ബ്രോങ്കി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ എവിടെ വെച്ചിട്ടാണ്, നമ്മുടെ ഔരസാശയത്തിന്റെ ഏകദേശം മിഡിൽ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ട്രക്കിയ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഔരസാശയത്തിൽ നട്ടെല്ലിന്റെ 5ാമത്തെ കശേരു അഥവാ തൊറാക്സിക് കശീരുവിന്റെ ഭാഗത്ത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അഞ്ചാമത്തെ കശേരുവിൻ്റെ അഥവാ തൊറാസിക് കശേരുവിൻ്റെ ഭാഗത്ത് വെച്ച് രണ്ടായിട്ട് തിരിയുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ബ്രോങ്കി അഥവാ പ്രാഥമിക ശ്വസനികൾ എന്ന് പറയുന്നു. ഓക്കെ, പ്രൈമറി ബ്രോങ്കി അഥവാ പ്രാഥമിക ശ്വസനി എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലോമപിദാനം എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് സൗണ്ട് ബോക്സ്. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ശ്വാസനാളം വരുന്നില്ലേ? ശ്വാസനാളം നമ്മുടെ മിഡ് തൊറാക്സിക് അല്ലെ, തൊറാക്സിൻ്റെ അവരസ്ഥാശയത്തിൻ്റെ ഏകദേശം മിഡിൽ ഭാഗത്തെത്തുമ്പോൾ അഞ്ചാമത്തെ തൊറാസിക് കശേരുവിൻ്റെ ഭാഗത്ത് വെച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശ്വസനി അഥവാ പ്രാഥമിക ശ്വസനികൾ എന്ന് പറയുന്നത്. ഇതാണ് ഒരെണ്ണവേ വരച്ചിട്ടുള്ളത് കൊണ്ടാണ് ശ്വസനി എന്ന് പറയുന്നത്. ഇത് രണ്ടെണ്ണം ഉണ്ട് അല്ലേ, പ്രൈമറി ശ്വസനികൾ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ശ്വാസകോശ ഉപരിതലത്തിലെ ഓരോ വേർപിരിയുന്നു. ഓരോ ശ്വസനി വിഭജിച്ച് അനേകായിരം ശ്വസനികൾ ഉണ്ടാകുന്നു. അവ ദ്വിതീയ ശ്വസനികളെന്നും തൃതീയ ശ്വസനികളെന്നും അറിയപ്പെടുന്നു. ശ്വസനികൾ വീണ്ടും വിഭജിച്ച് ശ്വസനികകൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഒന്നുകൂടെ പടം നോക്കി. ഇത് പ്രാഥമിക ബ്രോങ്കി അഥവാ പ്രാഥമിക ശ്വസനിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ പ്രാഥമിക ശ്വസനി വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ദ്വിതീയ ശ്വസനി, അതേപോലെ തൃതീയ ശ്വസനികൾ, എന്നിട്ട് വീണ്ടും 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 ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ഇത് പ്രൈമറി ആണ്, പിന്നെ ഇതിങ്ങനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. അതിനെ നമ്മൾ ദ്വിതീയം എന്ന് പറയുന്നു. പിന്നെ അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് തൃതീയ ശ്വസനികളാകുന്നു. പിന്നെന്ത് ചെയ്യുന്നു? ഇത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ശ്വസനികകൾ എന്ന് വിളിക്കാൻ പറ്റുന്ന ഭാഗം ഉണ്ടാകുന്നു. ഓക്കെ, ശ്വസനിയും ശ്വസനികയും ശ്വസനികകൾ എന്ന് പറയുന്ന ഭാഗമുണ്ടാകുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ശ്വസനികൾ ശ്വാസനാളം, പ്രാഥമിക ശ്വസനികൾ, ദ്വിതീയ ശ്വസനി, തൃതീയ ശ്വസനി, ശ്വസനികകൾ എന്നിവയെ സി ആകൃതിയിലുള്ള തരുണാസ്ഥി നിർമ്മിതമായ വലയത്താൽ ബലപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നോക്കി, ഇത് നമ്മുടെ ഇത് നമ്മുടെ ശ്വാസനാളമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൈമറി ബ്രോങ്കി അഥവാ ശ്വസനികൾ വരുന്നു. അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് ദ്വിതീയ ശ്വസനികളാകുന്നു. വീണ്ടും അവയ്ക്ക് ഡിവിഷൻ സംഭവിച്ച് തൃതീയ ശ്വസനികളാകുന്നു. അത് വീണ്ടും ശ്വസനിക എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. ഈ ശ്വസനികകൾ ഇത്രയും ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ. ഇത് കണ്ടോ, ഒരു വലയം പോലെ കാണുന്നത്? ഇങ്ങനെ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ഇങ്ങനെ കവർ ചെയ്ത് കാണപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇതിനൊരു സപ്പോർട്ട് കൊടുക്കാനാണ് അല്ലേ. നമ്മളൊരു ട്യൂബ് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കത്തില്ല. അപ്പം അതിന് നമ്മളിങ്ങനെ ഒരു റിങ് ഇട്ട് കഴിഞ്ഞാൽ അത് നിൽക്കുന്ന പോലെ അതിനൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് ഈ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് ഇതിനെ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓരോ ശ്വസനികയും കട്ടി കുറഞ്ഞ് ക്രമരഹിതമായ രക്തലോമികകളാൽ ചുറ്റപ്പെട്ട വായു അറകളിലേക്ക് തുറക്കുന്നു. ഇവയെ ആൽവിയോളെ എന്ന് പറയും. ഓക്കെ, ശ്വസനികകൾ, വായു അറകൾ എന്നിവയുടെ ശൃംഖലയാണ് ശ്വാസകോശങ്ങൾ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഈ ഓരോ ശ്വസനികയും ആദ്യം നമ്മൾ പറഞ്ഞു പ്രൈമറി ബ്രോങ്കി ആയിരുന്നു. അത് ഡിവൈഡ് ചെയ്ത് ദ്വിതീയ ശ്വസനികളായി, അത് തൃതീയ ശ്വസനികളായി, വീണ്ടും അത് ശ്വസനികകളായി. ഈ ശ്വസനികകളെല്ലാം ഓപ്പൺ ചെയ്യുന്ന രക്തലോമികകൾ, അതായത് രക്തത്തിൻ്റെ ക്യാപ്പിലറീസ് കൊണ്ട് ചുറ്റപ്പെട്ട രക്തലോമികകളാൽ ചുറ്റപ്പെട്ട വായു അറകളിലേക്കാണ് തുറക്കുന്നത്. ഈ വായു അറകളെ നമ്മൾ എന്ത് പറയുന്നു? ഒരു ബാഗിലേക്ക് ചെറിയൊരു ബോൾ പോലത്തെയുള്ള സ്ട്രക്ചറിലേക്കാണ് തുറക്കുന്നത്. ഇതിനെയാണ് വായു അറകൾ അഥവാ ആൽവിയോളെ എന്ന് പറയും. ആൽവിയോള. ഈ ചെറിയ വായുവറകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽവിയോള എന്ന് പറയുന്നത്. ഓക്കെ, വായുവറകൾ, നമ്മുടെ ശ്വസനികകൾ എല്ലാം കൂടെ ചേർന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശ്വാസകോശം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ശ്വാസകോശം, ഇതാണ് നമ്മുടെ ശ്വാസകോശത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ശ്വാസകോശം എന്ന് പറയുന്നത് എവിടെ മുതൽ, അല്ലെ നമ്മുടെ ശ്വാസകോശത്തിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നമ്മുടെ ശ്വാസനാളം ഫിഫ്ത്ത് തൊറാക്സി അല്ല, അഞ്ചാമത്തെ തൊറാസിക് കശേരുവിന്റെ അടുത്ത് വെച്ച്
എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പ്രാഥമിക ബ്രോങ്കെ അഥവാ പ്രൈമറി ബ്രോങ്കെ അഥവാ പ്രാഥമിക ശ്വസനികളാകുന്നു. അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് സെക്കൻഡറി അഥവാ ദ്വിതീയ ശ്വസനി, അതേപോലെ ടെർഷ്യറി തൃതീയ ശ്വസനികളാകുന്നു. ഈ തൃതീയ ശ്വസനികൾ വീണ്ടും ശ്വസനിക ബ്രോങ്കിയോളസ് എന്നുള്ള ശ്വസനികകൾ എന്നുള്ള സ്ട്രക്ചറിലേക്ക് മാറുന്നു. ഈ ശ്വസനികകൾ ഓരോന്നും എൻഡ് ചെയ്യുന്ന ഒരു ബൾബ് പോലെയുള്ള വായു അറകളിലേക്കാണ്. അതിനെയാണ് നമ്മൾ ആൽവിയോള എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ശ്വാസനാളം മുതൽ പ്രാഥമിക ശ്വസനികൾ, സെക്കൻഡറി അല്ലെ ദ്വിതീയ ശ്വസനികൾ, തൃതീയ ശ്വസനികൾ, അതേപോലെ നമ്മുടെ ശ്വസനികകൾ വരെയുള്ള ഭാഗം സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളെ സപ്പോർട്ട് ചെയ്താണ് ചുറ്റപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ നമ്മുടെ ശ്വാസകോശങ്ങൾ, ഈ പറയുന്ന ശ്വസനികയും ശ്വസനിയും അതേപോലെ നമ്മുടെ ആൽവിയോളയും കൂടെ ചേർന്നുണ്ടാകുന്ന ശ്വാസകോശം എവിടെയാണ് കാണപ്പെടുന്നത്? ശ്വാസകോശം കാണുന്നത് പിൻഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നട്ടെല്ലിനുള്ളിൽ, ഈ പിൻഭാഗത്ത് നട്ടെല്ലിന്റെ ഉള്ളില്, മുൻഭാഗത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ കാണുന്ന ഒരു പ്ലേറ്റ്, അതായത് ഒരു പ്ലേറ്റ് പോലെയുള്ള ഒരു നല്ല വീതിയുള്ള ഒരു ബോൺ കാണുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് സ്റ്റേണം അഥവാ മാറൽ. അപ്പൊ പിൻഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നട്ടെല്ലിന്റെ ഉള്ളിൽ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേണം അഥവാ മാറലിനുള്ളിൽ, സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ റിപ്സിനുള്ളിൽ, താഴ്വശത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴ്ഭാഗത്ത് കമാന ആകൃതിയിലുള്ള പ്രാചീര അഥവാ ഡയഫ്രം. ഓക്കെ, പ്രാചീര അഥവാ ഡയഫ്രം എന്നുള്ള ആ ഒരു പോർഷന്റെ ഉള്ളിലായിട്ടാണ് കാണുന്നത്. അപ്പൊ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണല്ലേ. ബാക്കിൽ നോക്കിയാൽ നട്ടലിനുള്ളിൽ, ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമ്മുടെ മാറൽ അഥവാ സ്റ്റേണത്തിനുള്ളിൽ, സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ റിപ്സിനുള്ളിൽ, അതേപോലെ അടിവശത്തു നിന്ന് പ്രാചീരം അഥവാ ഡയഫ്രത്തിനുള്ളിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് എന്ത് കാണുന്നത്? നമ്മുടെ ശ്വാസകോശങ്ങൾ കാണുന്നത്. മാത്രമല്ല ഈ ശ്വാസകോശത്തിനെ കവർ ചെയ്ത് മനുഷ്യർ എത്രയുണ്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 ശ്വാസകോശം ഉണ്ടെന്നില്ലേ. ശ്വാസകോശത്തിനെ കവർ ചെയ്ത് ഇരട്ട സ്ഥലമുള്ള ഒരു ആവരണം കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലൂറ എന്ന് പറയുന്നത്. ഈ പ്ലൂറ മെമ്പറിന്റെ ഉള്ളിൽ ഇരട്ട സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ. ഈ പ്ലൂറ മെമ്പറിന്റെ ഉള്ളില് ഒരു ലിക്വിഡ് പോർഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലൂറൽ ദ്രാവകം എന്ന് പറയുന്നത്. പ്ലൂറ മെമ്പറിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ലിക്വിഡ് പോർഷൻ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്ലൂറ ദ്രാവകം എന്ന് പറയുന്നു. ഈ പ്ലൂറ ദ്രാവകം എന്തിനായിരിക്കും? ഇത് ശ്വാസകോശങ്ങൾക്കുണ്ടാകുന്ന ഘർഷണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ പ്ലൂറ ദ്രാവകം എന്ന് പറയുന്നത്. ശ്വാസകോശ ഉപരിതലത്തിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. പുറമേയുള്ള പ്ലൂറ സ്തരം ഔരസാശയ ഭിത്തിയുമായിട്ട്, നമ്മുടെ തൊറാക്സിക് ക്യാവിറ്റിയുമായിട്ട് ചേർന്നാണ് പ്ലൂറയുടെ ഔട്ടർ മെംബ്രെയിൻ കാണുന്നത്. ഇന്നർ മെംബ്രെയിൻ 2 സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇന്നർ മെംബ്രെയിൻ എവിടെ? ഇന്നർ മെംബ്രെയിൻ ശ്വാസകോശത്തിന്റെ ഉപരിതലത്തിൽ സ്പർശിച്ചിരിക്കും. അപ്പം പുറത്ത് നിന്ന് നമ്മുടെ ഔരസാശയത്തിന്റെ ഭിത്തിയുമായിട്ട് ചേർന്നിരിക്കുന്നു. അകത്ത് നിന്ന് നമ്മുടെ ശ്വാസകോശത്തിന്റെ ഉപരിതലത്തിൽ സ്പർശിച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്ലൂറ എന്ന് പറയുന്ന ആവരണം കാണപ്പെടുന്നത്. ബാഹ്യനാസാരന്ധ്രങ്ങളിൽ തുടങ്ങി ശ്വസനികൾ വരെയുള്ള ഭാഗത്തിനെ നമ്മൾ വാതക സംവഹന ഭാഗം അഥവാ കണ്ടക്ടിങ് പാർട്ട് എന്നും, വായുവറകൾ തുടങ്ങി അതിനോടനുബന്ധിച്ചുള്ള നളികകളും ചേർന്നുള്ള ഭാഗത്തെ വാതക വിനിമയ ഭാഗം എന്നും പറയുന്നു. ഓക്കെ, വാതക വിനിമയ ഭാഗം അഥവാ എക്സ്ചേഞ്ചിങ് പാർട്ട്. അപ്പൊ ആദ്യത്തെ ഭാഗം എവിടെയാണ്? നമ്മുടെ നാസ്വാരന്ധ്രം, നമ്മുടെ മൂക്ക് മുതൽ നമ്മുടെ ശ്വസനിക വരെയുള്ള ബ്രോങ്കിയോളസ് വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ടിങ് പാർട്ട് അഥവാ വാതക സംവഹന ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ആൽവിയോളയും അതിനോടനുബന്ധിച്ച് വരുന്ന രക്തക്കുഴലുകളും ചേർന്നുള്ള ഭാഗത്തെ നമ്മൾ വാതക വിനിമയ ഭാഗം അഥവാ എക്സ്ചേഞ്ച് പാർട്ട് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ ശ്വാസകോശത്തിന്റെ ഭാഗങ്ങളാണ് അല്ലേ. സംവഹന ഭാഗത്തെ പറ്റി നോക്കിയേ. സംവഹന ഭാഗം എന്ന് പറയുമ്പോൾ അന്തരീക്ഷ വായുവിനെ, നമ്മുടെ ഓക്സിജൻ ആണ് അന്തരീക്ഷ വായു, നമ്മൾ ശ്വസിക്കുന്ന വായു എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അന്തരീക്ഷ വായുവിനെ നമ്മുടെ വായു അറകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ പാർട്ട്? കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയുന്നത്. വായുവിലെ അന്യപദാർത്ഥങ്ങളെ ഇവർ നീക്കം ചെയ്യുന്നുണ്ട്. അതേപോലെ ആർദ്രതയിൽ വ്യത്യാസം വരുത്തി അന്തരീക്ഷ വായുവിന്റെ താപനില ശരീര താപനിലയ്ക്ക് അനുസരിച്ച് തുല്യമാക്കുകയും ചെയ്യുന്നു. അപ്പം കണ്ടക്ടിങ് പാർട്ട് വെറുതെ വായുവിനെ കൊണ്ടുവരിക മാത്രമല്ല ചെയ്യുന്നത്. ഒന്നാമത്തെ അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അന്തരീക്ഷ വായുവിനെ, അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ നമ്മുടെ ആൽവിയോള വരെ എത്തിക്കുന്നു. രണ്ടാമത് എന്ത് ചെയ്യുന്നു, നമ്മുടെ വായുവിലുള്ള പുറത്തു നിന്നുള്ള പൊടിപടലങ്ങൾ പോലെയുള്ള വസ്തുക്കളെയൊക്കെ നമ്മുടെ വായുവിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്നത്. എവിടെ ആര് ചെയ്യുന്നു, കണ്ടക്ടിങ് പാർട്ട് ചെയ്യുന്നു. മൂന്നാമത്തത് അന്തരീക്ഷ വായുവിൻ്റെ ആർദ്രതയിൽ മാറ്റം വരുത്തിയിട്ട് നമ്മുടെ ശരീരത്തിനനുസൃതമായി, നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയ്ക്ക് അനുസൃതമായി ഈ വായുവിനെ രൂപപ്പെടുത്തിയെടുക്കുകയും കൂടി ആര് ചെയ്യുന്നുണ്ട്, നമ്മുടെ കണ്ടക്ടിങ് പാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടക്ടിങ് പാർട്ട് നമ്മുടെ നോസ്ട്രിലിന്ന് പോയി എവിടെ എത്തി, നമ്മുടെ പ്രൈമറി ബ്രോങ്കേറ്റ്, സെക്കൻഡറി ബ്രോങ്കേറ്റ് എത്തി നമ്മുടെ ആൽവിയോള വരെ എത്തിയില്ലേ. ഇതാണ് നമ്മുടെ നോസ്ട്രിൽ തുടങ്ങി നമ്മുടെ ആൽവിയോള വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൽവിയോള വരെ എത്തിക്കഴിയുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, കണ്ടക്ടിങ്, ബോഡി ശരിയാവുന്നില്ല, കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയും. അത് കഴിയുമ്പോൾ നമ്മുടെ ആൽവിയോളയിൽ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഭാഗമാണ് വാതക വിനിമയ ഭാഗം, അതായത് എക്സ്ചേഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത്. രക്തവും അന്തരീക്ഷ വായുവും തമ്മിലുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വിനിമയത്തെ സാധ്യമാക്കുന്ന ഭാഗമാണ് ഈ പറയുന്ന എക്സ്ചേഞ്ച്, വാതക വിനിമയ ഭാഗം അഥവാ എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറയുന്നത്. വാതക വിനിമയ ഭാഗം അഥവാ എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ നോസ്ട്രിൽ തുടങ്ങി, നോസ്ട്രിലിൽ നിന്ന് താഴേക്ക് വന്ന് ശ്വസനിക മുതൽ ഇങ്ങോട്ട് പോയി നമ്മുടെ വായു അറകളിൽ വരെ എത്തുന്നു ഓക്സിജൻ. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേന് വായുവറയിൽ എത്തുന്ന ഓക്സിജനെ എന്ത് ചെയ്യുന്നു, വായുവറയിൽ വെച്ച് അവിടുത്തെ ഈ വായുവറകളുടെ മുകളിൽ കാണപ്പെടുന്ന കുറേ രക്തക്കുഴലുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഓക്കെ, ആണ് നമ്മുടെ ആൽവിയോളയുടെ പുറത്ത് കാണുന്ന ഓരോ രക്തക്കുഴലുകൾക്കും ഈ ഓക്സിജനെ എന്ത് ചെയ്യുന്നു, ഓക്സിജനെ രക്തക്കുഴലുകൾക്കുള്ളിലേക്ക് കൊടുത്തിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാതക വിനിമയ ഭാഗം അഥവാ എക്സ്ചേഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ശ്വസന പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഘട്ടങ്ങൾ നമ്മൾ ഇത്രയും നേരവും പറഞ്ഞ എന്താണ്, നമ്മുടെ അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജനെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു, കാർബൺ ഡൈ ഓക്സൈഡിനെ എവിടെ കൊടുത്തു, ആൽവിയോളയിലേക്ക് കൊടുത്തു. അപ്പൊ ശ്വസന ഘട്ടത്തിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ ഉണ്ടാകുന്ന ഏതൊക്കെ ഘട്ടങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലെ ശ്വാസോച്ഛ്വാസത്തിൽ എന്ത് പ്രക്രിയയാണ് നടക്കുന്നത് നോക്കിയേ. ആദ്യം ശ്വാസോച്ഛ്വാസം അഥവാ ബ്രീത്തിങ് ഓർ പൾമോണറി വെന്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സില് വായുവിനെ ഉള്ളിലേക്ക് എടുക്കുകയും കൂടുതലുള്ള വായു അറയിലെ വായുവിനെ പുറന്തള്ളുകയും ചെയ്യുന്നു ഇല്ലേ. അപ്പൊ ഇവിടെ പുറത്തു നിന്നുള്ള വായുവിനെ അഥവാ ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ കൂടുതലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലുള്ള വായുവിനെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. നെക്സ്റ്റ്, വായു അറയുടെ സ്ഥലത്തിലൂടെയുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വ്യാപനം. ഇവിടെ നമ്മുടെ ഓക്സിജൻ ആൽവിയോളയിൽ എത്തി ഇവിടെ എത്തിയിരിക്കുന്ന ഓക്സിജനെ നമ്മുടെ രക്തക്കുഴലുകൾക്ക് കൊടുത്തിട്ട് രക്തക്കുഴലുകളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു, ഓക്സിജനെ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു. ആ പ്രോസസ്സാണ് രണ്ടാമത് നടക്കുന്ന പ്രോസസ്സ്. മൂന്നാമത് എന്താണ്, രക്തത്തിലൂടെയുള്ള വാതക സംവഹനം. ഈ പറയുന്ന ഓക്സിജൻ രക്തക്കുഴലുകളിൽ എത്തിയിട്ടുണ്ടല്ലേ, ഈ രക്തത്തിലൂടെ ഓക്സിജനെ ഡിഫറെന്റ് പാർട്സിലേക്ക് എത്തിക്കണം. ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യണം, തിരിച്ച് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതും ആ ഒരു പോർഷനാണ് മൂന്നാമത് നടക്കുന്നത്. അതാണ് രക്തത്തിലൂടെയുള്ള വാതകങ്ങളുടെ സംവഹനം എന്ന് പറയുന്നത്. നാലാമത് എന്ത് ചെയ്യുന്നു, രക്തവും കലകളും തമ്മിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും വ്യാപനം എന്ന് പറയുന്നതാണ് നാലാമത് നടക്കുന്നത്. അത് കഴിയുമ്പോൾ കോശങ്ങളുടെ അപചയ പ്രവർത്തനങ്ങൾക്കായി ഓക്സിജനെ ഉപയോഗിക്കുന്നു. ഈ ഓക്സിജനെ ഉപയോഗിച്ച് തൽഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ 5 പ്രോസസ്സാണ് മെയിനായിട്ട് ശ്വാസോച്ഛ്വാസത്തിൽ നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഓക്സിജനെ അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നു ഇല്ലേ. രണ്ടാമത് വായു അറയുടെ സ്ഥലത്തിലൂടെ ഓക്സിജന്റെ വ്യാപനം. ഇതാണ് വായു അറയെങ്കിൽ വായു അറയിലേക്ക്
ഇവിടെ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഇവിടെ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട് അല്ലേ? ഈ ഓക്സിജനെ ഇങ്ങോട്ട് നമ്മുടെ രക്തക്കൊള്ളുകൾക്ക് കൊടുത്തിട്ട് രക്തക്കൊള്ളുകളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു. ഈ സ്വീകരിച്ച ഓക്സിജനെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് കൊണ്ടുപോകുന്നു. അതേപോലെ നേരത്തെ വിവിധ കലകളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശത്തിലേക്കും കൊണ്ടുപോകുന്നു. അടുത്ത പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? ഈ ഓക്സിജനെ നമ്മുടെ ടിഷ്യൂയിലേക്ക് കടത്തിവിടുന്നു. ഈ ഓക്സിജൻ ഉപയോഗിച്ച് ഇവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡക്ഷൻ നടക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കളയുന്നു. ഈ ഇത്രയുമാണ് മെയിനായിട്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ ശ്വാസോച്ഛ്വാസത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്വാസോച്ഛ്വാസത്തിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? ശ്വാസോച്ഛ്വാസ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളാണ് പറഞ്ഞില്ലേ? ഇനി നമ്മൾ ശ്വാസോച്ഛ്വാസ പ്രക്രിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്? വിവിധ ഘട്ടങ്ങൾ, ഓരോരോ ഘട്ടങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ശ്വാസോച്ഛ്വാസ പ്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് 2 ഇവന്റ്സ് ആണ് അവിടെ നടക്കുന്നില്ലേ? 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഏതൊക്കെയാണ്? ശ്വാസം, ഉച്ഛ്വാസവും നിശ്വാസവും അല്ലേ? അതായത് വായുവിനെ, ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്ന, അങ്ങനെ 2 തരത്തിലുള്ള പ്രോസസ്സാണ് അവിടെ ശരിക്കും നടക്കുന്നത്. ശ്വാസോച്ഛ്വാസത്തിന് 2 ഘട്ടങ്ങളുണ്ട്, ഉച്ഛ്വാസവും നിശ്വാസവും. അന്തരീക്ഷ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്പിറേഷൻ അഥവാ ഉച്ഛ്വാസം എന്ന് പറയുന്ന അന്തരീക്ഷ വായുവിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന പ്രോസസ്സിനെ നമ്മൾ എക്സ്പിറേഷൻ അഥവാ നിശ്വാസം എന്ന് പറയും. ഓക്കെ, ശ്വാസകോശങ്ങൾക്കും അന്തരീക്ഷത്തിനും ഇടയിൽ രൂപപ്പെടുന്ന മർദ്ദ വ്യത്യാസം അഥവാ പ്രഷർ വേരിയേഷൻ ആണ് ഈ പറയുന്ന ഓക്സിജനെ ഓക്സിജനെ സ്വീകരിക്കുവാനും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയാനും നമ്മളെ സഹായിക്കുന്ന ഏതാണ്? അന്തരീക്ഷ വായുവിലും ശ്വാസകോശത്തിനും ഇടയിൽ ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ അഥവാ മർദ്ദ വ്യത്യാസമാണ് ഇതിനെ സഹായിക്കുന്നത്. ശ്വാസകോശങ്ങളിനുള്ളിലേക്കും പുറത്തേക്കുമുള്ള വായു സഞ്ചാരം സാധ്യമാക്കുന്നതാണ് ഈ മർദ്ദ വ്യത്യാസം. ഓക്കെ, അന്തരീക്ഷ മർദ്ദത്തെക്കാൾ ശ്വാസകോശത്തിലെ വായുമർദ്ദം കുറവാണെങ്കിൽ ഉച്ഛ്വാസം നടക്കും. ഓക്കെ, അന്തരീക്ഷത്തിൽ പുറത്ത് പ്രഷർ കൂടുതലാണ്, അകത്ത് പ്രഷർ കുറവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ? കോൺസെൻട്രേഷൻ പഠിച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ കൂടിയവിടത്തുനിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞവിടത്തേക്ക് മോളിക്യൂൾസ് ട്രാവൽ ചെയ്യും. അതേപോലെ ഗ്യാസിന്റെ ആണെങ്കിലും കോൺസെൻട്രേഷൻ കൂടിയവിടത്തുനിന്ന് കുറഞ്ഞവിടത്തേക്ക് ഗ്യാസ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. അപ്പൊ അന്തരീക്ഷത്തിൽ കൂടിയ അളവിൽ ഏതെങ്കിലും ഒരു ഗ്യാസസിന്റെ ഒരു അന്തരീക്ഷത്തിൽ കൂടിയ അളവിൽ ഓക്സിജൻ ഉണ്ട്, നമ്മുടെ ശ്വാസകോശത്തിൽ ഓക്സിജൻ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കൂടിയവിടത്തുനിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞവിടത്തേക്ക് വായു അല്ലെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. സോ അപ്പൊ എന്ത് ചെയ്യും? നിശ്വാസം എന്ന് പറയുന്ന പ്രക്രിയ നടക്കും. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ശ്വാസകോശത്തിനുള്ളിൽ വായുമർദ്ദം കൂടുതലും പുറത്ത് വായുമർദ്ദം കുറവാണെങ്കിൽ അകത്തുള്ള വായു എല്ലാം കൂടെ പുറത്തേക്ക് പോകും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അന്തരീക്ഷത്തിൽ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അന്തരീക്ഷ മർദ്ദത്തെക്കാൾ ശ്വാസകോശത്തിൽ വായുമർദ്ദം കുറവാണെങ്കിൽ ഉച്ഛ്വാസം നടക്കുന്നു. അതേപോലെ അന്തരീക്ഷ മർദ്ദം കുറവും ശ്വാസകോശത്തിലെ വായുമർദ്ദം കൂടുതലുമാണെങ്കിൽ നിശ്വാസം എന്ന പ്രക്രിയ നടക്കുന്നു. ഓക്കെ, പ്രാചീരവും വാരിയലുകൾക്കിടയിലുള്ള ഇന്റർകോസ്റ്റൽ പേശികളുമാണ് ഈ മർദ്ദ വ്യത്യാസത്തിന് കാരണം. നമ്മൾ പറഞ്ഞില്ലേ, താഴ്വശത്തു നിന്ന് കാണുന്ന ഡയഫ്രം എന്ന് പറയുന്ന ആ ഒരു അവയവം അല്ലെങ്കിൽ ഡയഫ്രമും അതേപോലെ നമ്മുടെ ശ്വാസകോശങ്ങൾക്കിടയിലുള്ള ഇന്റർകോസ്റ്റൽ പേശികളുമാണ് ഈ പറയുന്ന പ്രഷർ വേരിയേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ അതിന്റെ സീരീസ് ഓഫ് ഇവന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേളിലേക്ക് കയറിപ്പോയി. ആദ്യം നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രാചീരം അഥവാ ഡയഫ്രം എന്ത് ചെയ്യും? അങ്ങ് ചുരുങ്ങും. ഡയഫ്രം ഇങ്ങനെ ഇരിക്കുന്ന ഡയഫ്രം മുകളിലേക്ക് ഇങ്ങനെ ചുരുങ്ങും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും എന്ന് ചോദിച്ചാൽ നമ്മുടെ
ഇന്റർകോസ്റ്റൽ മസിലുകളും അതിൻ്റെ കൂടെ നമ്മുടെ റിബ്സിനോട് ചേർന്ന് കാണുന്ന മസിൽസിനാണ് നമ്മൾ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സാധാരണഗതിയിൽ ഇരിക്കുന്ന നമ്മുടെ ഡയഫ്രം, ഇങ്ങനെ ഇരുന്ന ഡയഫ്രം എന്ത് ചെയ്തു, പെട്ടെന്ന് ഡയഫ്രം അങ്ങ് ചുരുങ്ങി. ഇങ്ങനെ ഇരുന്ന ഡയഫ്രം നേരെ അങ്ങ് ചുരുങ്ങാൻ തുടങ്ങി, ഇങ്ങനെ ആയി. ആ സമയത്ത് എന്ത് പറ്റി, നമ്മുടെ റിബ്സിനോട് ചേർന്ന് നമ്മുടെ വാരിയലുകളോട് ചേർന്നിരിക്കുന്ന ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യും, ഈ ഡയഫ്രം ചുരുങ്ങുന്നതിനനുസരിച്ച് ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് നമ്മുടെ വാരിയലുകളെ പുറത്തേക്ക് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങും, പുറത്തേക്ക് ഇങ്ങനെ പിടിക്കും. അപ്പൊ എന്ത് പറ്റും, ഈ തൽഫലമായി ഔരസാശ അറയുടെ വ്യാപ്തം മുകളിൽ നിന്ന് താഴേക്ക് കൂടും. അപ്പൊ ഇങ്ങനെ ഈ ഡയഫ്രം ഇങ്ങനെ വികസിക്കുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ ഔരസാശയത്തിന്റെ വ്യാപ്തി കൂടും. മാത്രമല്ല ഇന്റർകോസ്റ്റൽ മസിൽസ് ചുരുങ്ങുന്നത് മൂലം മാറലും വാരിയലുകളും മുകളിലേക്കും മുൻപിലേക്കും ഉയരും. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ നമ്മൾ ശ്വാസോച്ഛ്വാസം എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഓർത്താൽ മതി. ഡയഫ്രം മുകളിലേക്ക് വരുന്നു, ഡയഫ്രം മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ വാരിയല്ലുകൾക്കിടയിലുള്ള ഇന്റർകോസ്റ്റൽ മസിൽസ് നമ്മുടെ വാരിയല്ലുകളെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കും. അപ്പം മുകളിൽ നിന്ന് താഴേക്കുള്ള ഡയഫ്രത്തിന്റെ മൊത്തത്തിലുള്ള ഔരസാശയത്തിന്റെ ഒരു വ്യാപ്തം കൂടും. മാത്രമല്ല നമ്മുടെ മാറലും നമ്മുടെ വാരിയല്ലുകളും പുറത്തേക്ക് ഇങ്ങനെ പിടിക്കും. അപ്പം മുകളിലേക്കും മുൻപിലേക്കുമുള്ള വ്യാപ്തം മൊത്തത്തിൽ കൂടും. ഇങ്ങോട്ടേക്കും ഇങ്ങനെ നമ്മുടെ പുറകു വശത്തേക്കും ഇങ്ങോട്ടേക്കും നമ്മൾ ഉച്ഛ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ റിബ്സ് ഒക്കെ പൊങ്ങൂലേ, അപ്പൊ ഇവിടുത്തെ ഒരു ഔരസാശയത്തിലെ മൊത്തത്തിലുള്ള ആ ഒരു സ്പേസിന് ഇൻക്രീസ് ഉണ്ടാവും അല്ലെ. നമ്മുടെ ഇത് ഔരസാശയ അറയുടെ വ്യാപ്തം മുതുക് ഭാഗത്ത് നിന്ന് അധോ ഭാഗത്തേക്കും വർദ്ധിപ്പിക്കും. ഇപ്പൊ ഇങ്ങനെയുള്ള വ്യാപ്തവും വർദ്ധിക്കും, ഇങ്ങനെയുള്ള വ്യാപ്തവും വർദ്ധിക്കും. മൊത്തത്തിൽ ഒരു വ്യാപ്തം കൂടും. അവിടുത്തെ നമ്മുടെ ശ്വാസകോശത്തിന് ഇത്തരത്തിലുള്ള ഉണ്ടായ മാറ്റം മൊത്തത്തിൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ വ്യാപ്തം വർദ്ധിക്കുന്നു. അതിന്റെ ഫലമായി എന്തുണ്ടാവും, ശ്വാസകോശത്തിനുള്ളില് വായുമർദ്ദം കുറയുന്നു. ഓക്കെ, തൽഫലമായി ശ്വാസകോശത്തിനുള്ളില് തൽഫലമായിട്ട് ശ്വാസകോശത്തിനുള്ളിലെ വായുമർദ്ദം അന്തരീക്ഷ മർദ്ദനത്തിനേക്കാൾ കുറയുകയും അന്തരീക്ഷ വായു ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏതൊക്കെ മെയിൻ ഇവന്റ്സ് ആണ് നടക്കുന്നത്, നമ്മുടെ ഡയഫ്രം ചുരുങ്ങുന്നു. ഡയഫ്രം ചുരുങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് നമ്മുടെ റിബ്സിനെയും സ്റ്റേണത്തെയും പുറത്തേക്ക് ഇങ്ങനെ വലിക്കുന്നു. അതിന്റെ ഫലമായി മുകളിൽ നിന്ന് താഴേക്കുള്ള ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസില് മൊത്തത്തില് ഒരു വ്യാപ്തം കൂടുന്നു. മാത്രമല്ല ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് മുകളിലേക്ക് ഉയരുന്നതിനനുസരിച്ച് പുറത്തുനിന്നും ഫ്രണ്ടിലേക്ക് മുകളിൽ നിന്നും അല്ലെങ്കിൽ ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസിനോടൊപ്പം ഡോസോ വെൻട്രലിയും നമ്മുടെ കൂടുന്നു, വ്യാപ്തം കൂടുന്നു. ഇങ്ങനെ വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശ്വാസകോശത്തിനുള്ളില് മൊത്തത്തിലുള്ള മർദ്ദം കുറയുകയും അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ കുറയുന്നു. അന്തരീക്ഷമർദ്ദം എന്ത് ചെയ്യുന്നു, കൂടുന്നു. അന്തരീക്ഷമർദ്ദം കൂടുന്ന സമയത്ത് മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു, ഉച്ഛ്വാസം എന്ന് പറയുന്നു. ഇപ്പം ഇവിടെ നോക്കിയേ, ഡയഫ്രം ഇന്റർകോസ്റ്റൽ പേശികളും ചുരുങ്ങുന്നു, ഔരസാശയത്തിന്റെ വ്യാപ്തം കൂടുന്നു, ശ്വാസകോശത്തിന്റെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറയുന്നു. മർദ്ദം കൂടിയ അന്തരീക്ഷത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് വായു പ്രവാഹം ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ ഉച്ഛ്വാസം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ മാറ്റങ്ങളാണ് ഉച്ഛ്വാസ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, ഇവിടെ ആ ഒരു പിക്ചർ കൂടെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ, പിക്ചേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ. ഓക്കെ, അടുത്ത പ്രോസസ്സാണ് നിശ്വാസം അഥവാ എന്ത് പറയും, നിശ്വാസം അഥവാ എക്സ്പിരേഷൻ, നിശ്വാസം അഥവാ എവിടെ പോയി ആണ് ഉച്ഛ്വാസവും നിശ്വാസവും കേട്ടോ. എക്സ്പിരേഷൻ ഒന്ന് നോക്കി വെച്ചേക്കണം. എക്സ്പിരേഷൻ എന്ന പ്രോസസ്സ്.
ഉള്ളിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഉച്ഛ്വാസത്തിനെ നമ്മൾ ഇൻസ്പിറേഷൻ എന്നും പുറത്തേക്ക് പോകുന്നതിനെ എക്സ്പിറേഷൻ എന്നും പറയാം. വാക്കുകൾ തമ്മിൽ മാറിപ്പോകരുത്. അതുകൊണ്ടാണ് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം എഴുതിയത്. കാരണം മലയാളം നമ്മൾ ഇതുവരെ പഠിച്ചു വന്നതെല്ലാം ഇംഗ്ലീഷിലാണ്. പെട്ടെന്ന് മലയാളത്തിലേക്ക് പഠിക്കാൻ വരുമ്പോൾ വാക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും പഠിക്കുമ്പോൾ വാക്കുകൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. അല്ലെങ്കിൽ എക്സാമിന് എഴുതുമ്പോഴും ആ കൺഫ്യൂഷൻ അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പം നിശ്വാസം അഥവാ എക്സ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ വായു എല്ലാം കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയില്ലേ? വായു ഉള്ളിലേക്ക് കയറി കഴിഞ്ഞുള്ള പ്രോസസ്സാണ് ഈ പറയുന്ന ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. എക്സ്പിറേഷൻ്റെ എക്സ്പിറേഷൻ എന്ന് പറയുന്നത് നിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉച്ഛ്വാസത്തിന്റെ ആദ്യ സമയത്ത് എന്ത് ചെയ്യും? ആദ്യം തുടക്കം കുറിക്കുന്നത് നമ്മുടെ പ്രാചീരം അഥവാ ഡയഫ്രമാണ് ആദ്യം മുകളിലേക്ക് ചുരുങ്ങുന്നത് അല്ലേ? ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഉണ്ടായത്. അപ്പം ആ ചുരുങ്ങിയ ഡയഫ്രം പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലേക്ക് വരുമ്പോഴത്തേന് എന്ത് ചെയ്യും? അതോടൊപ്പം ഇന്റർകോസ്റ്റൽ മസിൽസും പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ഇന്റർകോസ്റ്റൽ മസിൽ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നാൽ നമ്മുടെ റിബ്സ് പൂർവ്വസ്ഥിതിയിലേക്ക്, സ്റ്റേണം പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ഓക്കെ, അപ്പൊ ആദ്യം ഡയഫ്രവും ഇന്റർകോസ്റ്റൽ മസിലും എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും? അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മർദ്ദം കുറഞ്ഞായിരുന്നു അല്ലെ? വ്യാപ്തം കൂടിയതിനനുസരിച്ച് നമുക്ക് ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്ഥലം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രഷർ കുറയും ഇല്ലേ? അപ്പൊ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പൂർവ്വസ്ഥിതിയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്പേസ് കുറയില്ലേ? അപ്പൊ വ്യാപ്തം കുറയുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും? മർദ്ദം കൂടും. അവരസാശയത്തിന്റെ വ്യാപ്തം കുറയുന്നു. തന്മൂലം ശ്വാസകോശത്തിന്റെ വ്യാപ്തവും കുറയുന്നു. തൽഫലമായി ശ്വാസകോശങ്ങൾക്കുള്ളിലുള്ള മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ എന്ത് ചെയ്യും? കൂടും. അന്തരീക്ഷ മർദ്ദത്തിൽ നേരത്തെ കൂടുതലായിരുന്നുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വായു വന്നതില്ലേ? ഇപ്പം നമ്മുടെ വ്യാപ്തം കുറഞ്ഞു. വ്യാപ്തം കുറഞ്ഞതിനനുസരിച്ച് ശ്വാസകോശത്തിലെ വ്യാപ്തവും കുറഞ്ഞു. ശ്വാസകോശത്തിലെ വ്യാപ്തം കുറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ പ്രഷർ അല്ലെ മർദ്ദം ഭയങ്കരമായിട്ട് കൂടും. ഇതിന്റെ ഫലമായി എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലുണ്ടായിരുന്ന വായുവിന്റെ മർദ്ദം കുറവാണ്, നമ്മുടെ ശ്വാസകോശത്തിലുള്ള മർദ്ദം കൂടുതലാണ്. അപ്പം മർദ്ദം കൂടിയവിടത്തുനിന്ന് കുറഞ്ഞവിടത്തേക്ക് വായു മാറ്റം ചെയ്യപ്പെടും. സോ ശ്വാസകോശത്തിലെ അന്തരീക്ഷ മർദ്ദത്തെക്കാൾ ശ്വാസകോശത്തിന്റെ മർദ്ദം വർദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വായു പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിശ്വാസം അഥവാ എക്സ്പിറേഷൻ എന്ന് പറയുന്നത്. നിശ്വാസം അഥവാ എക്സ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മെയിനായിട്ട്? ഡയഫ്രോം ഇന്റർകോസ്റ്റൽ മസിലും പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു. ഇത് നമ്മുടെ തൊറാക്സിക് ചേംബറിന്റെ വ്യാപ്തം കുറയ്ക്കുന്നു. തൽഫലമായി ശ്വാസകോശത്തിനുള്ളില് വ്യാപ്തം കുറയുന്നു. അപ്പൊ ശ്വാസകോശത്തിനുള്ള വ്യാപ്തം കുറയുമ്പോൾ ശ്വാസകോശത്തിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ കൂടുന്നു. ഇത് മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് വായുവിന്റെ പ്രവാഹം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ശ്വാസോച്ഛ്വാസ പ്രക്രിയയിലെ രണ്ട് ഘട്ടങ്ങളാണ് എക്സ്പിറേഷനും ഇൻസ്പിറേഷനും, അല്ലെങ്കിൽ നിശ്വാസവും ഉച്ഛ്വാസവും എന്നും പറയുന്നത്. ഓക്കെ, ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനിൽ, പൂർണ്ണ ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനിൽ ഒരു മിനിറ്റിൽ സാധാരണ 12 to 16 തവണ, 12 മുതൽ 16 തവണ വരെ എന്ത് ചെയ്യും? ശ്വാസം എടുക്കും. ഒരു 12 മുതൽ 16 വരെ തവണ വരെ ശ്വാസോച്ഛ്വാസം ഒരു മിനിറ്റിൽ ശരാശരി ഒരു മിനിറ്റിൽ ചെയ്യാറുണ്ട്. ആരാണ്? പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ. ഓക്കെ, സ്പൈറോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ശ്വാസോച്ഛ്വാസ പ്രക്രിയ അളക്കാൻ പറ്റും. ഈ അതിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മുടെ ശ്വാസകോശത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കുന്നത്. സ്പൈറോമീറ്റർ ഉപയോഗിച്ചിട്ട് ആ വാക്കും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഒരു ഹെൽത്തി പേഴ്സൻ്റെ ആവറേജ് ശ്വാസോച്ഛ്വാസ നിരക്കും ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 12 to 16 ടൈംസ് ആണ് ഒരു മിനിറ്റിൽ ഒരു വ്യക്തി, ആരോഗ്യവാനായ ഒരു വ്യക്തി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്.